നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാഷ്ട്രമായ യുഎസിൽ കുടിയേറ്റം എന്നും വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാകുമ്പോൾ അതിനെതിരെ ശക്തമായ ശബ്ദമുയർത്തുകയാണ് ഇന്ത്യൻ വംശജയായ യുഎസ് കോൺഗ്രസ് അംഗം പ്രമീള ജയപാൽ. ഞാൻ ഒരു യുഎസ് പൗരയാകാൻ 17 വർഷമെടുത്തു. നിരവധി വിസകൾ മാറേണ്ടി വന്നു. ഈ വാക്കുകൾ പറഞ്ഞത് വെറുമൊരു സാധാരണക്കാരിയല്ല, മറിച്ച് യുഎസ് ഭരണകൂടത്തിലെ കരുത്തുറ്റ വനിതാ സാന്നിധ്യമാണ്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ തന്റെ സ്വന്തം ജീവിതാനുഭവം കൊണ്ട് പ്രമീള ജയപാൽ എങ്ങനെയാണ് നേരിട്ടത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വാർത്തയാണ്. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന വാഗ്ദാനവുമായാണ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയത്. എന്നാൽ ഇത്തവണ ട്രംപിന്റെ ലക്ഷ്യം വെറും അനധികൃത കുടിയേറ്റക്കാർ മാത്രമല്ല, നിയമപരമായ കുടിയേറ്റ പാതകളെയും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ നേരിടുകയാണ്. H-1B വിസ പോലെയുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്കും വിസയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ഈ സാഹചര്യത്തിലാണ് വാഷിംഗ്ടണിലെ 7ാം ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിക്കുന്ന പ്രമീള ജയപാൽ ട്രംപിന്റെ ഇമിഗ്രേഷൻ അസാൾട്ടിനെ അഥവാ കുടിയേറ്റത്തിനെതിരെയുള്ള ആക്രമണത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നത്. അടുത്തിടെ നടന്ന ഒരു ഹിയറിംഗിൽ അവർ തന്റെ ദുരനുഭവ കഥകൾ പങ്കുവച്ചു. പൗരത്വത്തിലേക്കുള്ള തന്റെ പാത പൂമത്തെയായിരുന്നില്ല എന്നാണ് പ്രമീള പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അവർ തന്റെ പോരാട്ടം വിവരിച്ചത്. ഒരു യുഎസ് പൗരയാകാൻ എനിക്ക് 17 വർഷം എടുത്തു. വിസകളുടെ ഒരു വലിയ പട്ടിക തന്നെ എനിക്ക് താണ്ടേണ്ടി വന്നു എന്നാണ് അവർ കുറിച്ചത്. 1982 വെറും 16-ാം വയസ്സിലാണ് ഉപരിപഠനത്തിനായി അവർ ഇന്ത്യയിൽ നിന്നും യുഎസിലെത്തിയത്. യുഎസിലെ ജോർജ് ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBAയും നേടിയ ശേഷം അവർക്ക് പൗരത്വം ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 2000-ലാണ് അവർക്ക് ഔദ്യോഗികമായി യുഎസ് പൗരത്വം കിട്ടിയത്. ഒരു കുടിയേറ്റക്കാരി അനുഭവിക്കുന്ന എല്ലാ മാനസികവും നിയമപരമായ വെല്ലുവിളികളും താൻ നേരിട്ടിട്ടുണ്ടെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു. ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റസ് അഥവാ താൽക്കാലിക സംരക്ഷണ പദവിയെക്കുറിച്ചുള്ളതാണ്. യുദ്ധമോ പ്രകൃതി ദുരന്തങ്ങളോ കാരണം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യുഎസ് നൽകുന്ന സംരക്ഷണമാണിത്. ട്രംപ് ഭരണകൂടം ഈ ആനുകൂല്യം എടുത്തുകളയാൻ ശ്രമിക്കുകയാണെന്ന് പ്രമീള ജയപാൽ ആരോപിക്കുന്നു. ട്രംപ്സ് അറ്റാക്ക് ഓൺ TPS എന്ന പേരിൽ നടന്ന നിഴൽ ഹിയറിംഗിൽ അവർ പങ്കെടുത്തു. കുടിയേറ്റം തടയുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും കമ്മ്യൂണിറ്റികളെയും എങ്ങനെ ബാധിക്കുമെന്ന് അവർ വിശദീകരിച്ചു. സ്വന്തം നാട്ടിലേക്ക് പോയാൽ മരണമുറപ്പുള്ള ആളുകളെ തിരിച്ചയക്കുന്നത് മാനുഷികമല്ലെന്ന നിലപാടാണ് അവർക്കുള്ളത്. തനിക്ക് പൗരത്വം ലഭിക്കാൻ നിയമപരമായ വഴികൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്നത്തെ കാലത്ത് ആ വഴികളെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പ്രമീള പറയുന്നു. ആരാണ് പ്രമീള ജയപാൽ? 1965 ചെന്നൈയിലാണ് പ്രമീള ജനിച്ചത്. ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമായിട്ടായിരുന്നു പ്രമീള വളർന്നത്. 2016 ആദ്യമായി യുഎസ് ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രമീള ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ വംശജയായ വനിതയാണ്. ഇപ്പോൾ 5ാം തവണയും കോൺഗ്രസിൽ സേവനമനുഷ്ഠിക്കുന്ന അവർ യുഎസ് രാഷ്ട്രീയത്തിലെ പ്രധാന വ്യക്തിയായി മാറിക്കഴിഞ്ഞു. നിലവിൽ ഇമിഗ്രേഷൻ സബ് കമ്മിറ്റിയുടെ റാങ്കിംഗ് മെമ്പറായും പ്രമീള പ്രവർത്തിക്കുന്നു. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം പ്രമീള ജയപാലിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു രാഷ്ട്രീയ നിലപാടല്ല, മറിച്ച് തന്റെ ജീവിതം കൂടെയാണ്. നിയമപരമായ കുടിയേറ്റ പാതകൾ വികസിപ്പിക്കണമെന്നും പൗരത്വത്തിനായുള്ള കാത്തിരിപ്പ് കുറയ്ക്കണമെന്നുമാണ് പ്രമീള ആവശ്യപ്പെടുന്നത്. യുഎസ് സമ്പദ് വ്യവസ്ഥ കുടിയേറ്റക്കാരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് മറക്കരുതെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു.